ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമോ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 15-ാം അധ്യായം സദാചാര നിർണയം എന്നുള്ള ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 80 ശ്ലോകങ്ങളുള്ള അധ്യായം. അതിൽ 35 ശ്ലോകങ്ങൾ വരെ കണ്ടു. ഇനി തുടർന്ന് കാണണം. 45 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട് ഈ അധ്യായത്തിൽ. അത് കഴിഞ്ഞാൽ ഈ സ്കന്ധം അവസാനിക്കുകയായി. നമുക്ക് 25 മുതൽക്ക് വായിക്കാം. 25-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. അധ്യായത്തിന്റെ അവസാനം വരെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ് ഭാഗവതേ സപ്തമസ്കന്ധേ 15-ഓധ്യായഃ. നാരദ ഉവാച. 26 മുതൽക്ക്. യസ്യ സാക്ഷാത് ഭഗവതി ജ്ഞാനദീപപ്രദേ ഗുരൗ മർത്യാ സദ്ധി ശ്രുതം തസ്യ സർവം കുഞ്ചരശൗചവത്. ഏഷ വൈ ഭഗവാൻ സാക്ഷാത് പ്രധാനപുരുഷേശ്വരഃ യോഗേശ്വരൈർവിമൃഗ്യാംഗ്രിഃ ലോകോയം മന്യത്തെ നരം. ഷഡ്വർഗസംയമൈകാന്തഃ സർവാ നിയമചോതനാഃ തദന്താ യദിനോ യോഗാനാവഹേയുശ്രമാവഹാഃ. യഥാ വാർത്താദയോ ഹ്യർത്ഥാഃ യോഗസ്യാർത്ഥം ന ബിഭ്രതി അനർത്ഥായ ഭവേയുസ്തേ പൂർത്തമിഷ്ടം തദാസതഃ. യശ്ചിത്തവിജയേ യത്തഃ സ്യാന്നിസ്സംഗോ പരിഗ്രഹഃ. ഏകോ വിവിക്തശരണോ ഭിക്ഷാമിതാശനഃ. ദേശേ ശുചൗ സമേ രാജൻ സംസ്ഥാപ്യാസനമാത്മനഃ. സ്ഥിരം സമം സുഖം തസ്മിനാസീത ഋജ്വംഗോമിതി. പ്രാണാപാനൗ സന്നിരുന്ധ്യാത് പൂരകുംഭകരേചകൈഃ. യാവന്മനസ്ത്യജേത് കാമാൻ സ്വനാസാഗ്രനിരീക്ഷണഃ. യതോ യതോ നിസ്സരതി മനഃ കാമഹതം ഭ്രമത്. തതസ്തത ഉപാഹൃത്യ ഹൃദിരുന്ധ്യാത് ശനൈർബുധഃ. ഏവമഭ്യസദശ്ചിത്തം കാലേനാൽപീയസായതേഃ. അനിശം തസ്യ നിർവാണം യാതി അനിന്ദനവന്നിവത്. കാമാദിവിരനാവിദ്ധം പ്രശാന്താഖിലവൃത്തിയത് ചിത്തം ബ്രഹ്മസുഖസ്പൃഷ്ടം നൈവോത്തിഷ്ഠേത കർഹിചിത്. യഃ പ്രവ്രജ്യ ഗൃഹാത് പൂർവം ത്രിവർഗാവപനാത് പുനഃ യദി സേവേത താൻ ഭിക്ഷുഃ സ വൈവാന്ദാശി അപത്രപഃ. യൈഃ സ്വദേഹ സ്മൃതോ നാത്മാ മർത്യോ വിക്രമി ഭസ്മസാത്. തയേനമാത്മസാത് കൃത്വാ ശ്ലാഘയന്തി ഹ്യസത്തമാഃ. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ വടോരപി. തപസ്വിനോ ഗ്രാമസേവാ ഭിക്ഷോരിന്ദ്രിയലോലത. ആശ്രമാപസദാ ഹ്യേതേ ഖലു ആശ്രമവിഡംബകാഃ. ദേവമായാ വിമൂഢാംസ്താൻ ഉപേക്ഷേതാനുകമ്പയാ. ആത്മാനം ചേദ് വിജാനീയാത് പരം ജ്ഞാനദുദാശയഃ. കിമിച്ഛൻ കസ്യ വാ ഹേതോഃ ദേഹം തുഷ്ണാതിലംബടഃ.
ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനബീഷോന്മന ഇന്ദ്രിയേശം വത്മാനി മാത്രാ ദിഷണാം ച സൂതം സത്വം ബൃഹദ്ബന്ധുരമീശ സൃഷ്ടം അക്ഷം ദശ പ്രാണമധർമ്മധർമ്മൗ ചക്രേ വിമാനം രതിനം ച ജീവം ധനുർഹി തസ്യ പ്രണവം പടന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം രാഗോ ദ്വേഷശ്ച ലോഭശ്ച ശോകമോഹൗ ഭയം മതഃ മാനോവമാനോസൂയാ ച മായാ ഹിംസാ ച മത്സരഃ രജഃ പ്രമാദക്ഷും നിദ്രാ ശത്രവസ്ത്വേവമാദയഃ രജസ്തമഃ പ്രകൃതയഃ സത്വപ്രകൃതയഃ ക്വചിത് യാവന്മൃഗായ രഥമാത്മവശോപകൽപ്പം ദത്തേ ഗരിഷ്ഠചരണാർച്ചനയാ നിശാതം ജ്ഞാനാസിമച്യുതബലോ ദതതസ്തശത്രു സ്വാരാജ്യതുഷ്ട ഉപശാന്തയിതം വിജഹ്യാത് നോ ചേത് പ്രമത്തം അസദിന്ദ്രിയവാജിസൂതാ നിഹിത്തോൽപദം വിഷയദസ്യുഷു നിക്ഷിപന്തി തേദസ്യവ സഹയ സൂതമമും തമോന്ധേ സംസാരകൂപൗരു മൃത്യുഭയേ ക്ഷിപന്തി പ്രവൃത്തം ച നിവൃത്തം ച ദ്വിവിധം കർമ്മ വൈദികം ആവർത്തേത പ്രവൃത്തേന നിവൃത്തേനാസ്നുതേ അമൃതം ഹിംസ്രം ദ്രവ്യമയം കാമ്യം അഗ്നിഹോത്രാദി അശാന്തിതം ദർശശ്ച പൂർണമാസശ്ച ചാതുർമാസ്യം പശുസുതഃ ഏതദിഷ്ടം പ്രവൃത്താക്യം ഹുതം പ്രഹുതമേവ ച പൂർത്തം സുരാലയാ രാമകൂപാജീവ്യാദിലക്ഷണം ദ്രവ്യസൂക്ഷ്മവിപാകശ്ച ധൂമോ രാത്രിരപക്ഷയഃ അയനം ദക്ഷിണം സോമോ ദർശ ഓഷധിവിരുദഃ അന്നം രേത ഇതി ക്ഷ്മേശ പിതൃയാനം പുനർഭവഃ ഏകൈകശ്യേനാനുപൂർവം ഭൂത്വാ ഭൂത്വേഹ ജായതേ നിഷേകാദിശ്മശാനാന്തൈഃ സംസ്കാരൈഃ സംസ്കൃതോ ദ്വിജഃ ഇന്ദ്രിയേഷു ക്രിയായജ്ഞാൻ ജ്ഞാനദീപേഷു ജുഹ്വതി ഇന്ദ്രിയാണി മനസ്യൂർമൗ വാചി വൈകാരികം മനഃ വാചം വർണ്ണസമാമുനായേ തമോങ്കാരേ സ്വരേ ന്യസേത് ഓംകാരം ബിന്ദൗ നാദേ തം തു പ്രാണേ മഹത്യമും അഗ്നിസൂര്യോ ദിവാ പ്രാഹ്ണഃ ശുക്ലോ രാഗോത്തരം സ്വരാട് വിശ്വശ്ച തൈജസഃ പ്രാജ്ഞഃ തുര്യ ആത്മാ സമന്വയാത് ദേവയാനമിദം പ്രാഹുഃ ഭൂത്വാ ഭൂത്വാനുപൂർവശഃ ആത്മയാജി ഉപശാന്താത്മാ ഹ്യാത്മസ്ഥോ ന നിവർത്തത്തെ യേതേ പിതൃദേവാനാം അയനേ വേദ നിർമ്മിതേ ശാസ്ത്രേണ ചക്ഷുഷാ വേദജനസ്തോപി ന മുഹ്യതി ആദൗ അന്തേ ജനാനാം സദ്ബഹിരന്തഃ പരാവരം ജ്ഞാനം ജ്ഞേയം വചോ വാച്യം തമോ ജ്യോതിസ്ത്വയം സ്വയം ആബാദിതോ ബിഹ്യാഭാസോ യഥാ വസ്തുതയാ സ്മൃതഃ ദുർഗണത്വാദൈന്ദ്രിയകം തദ്വദർത്ഥവികൽപ്പിതം ക്ഷിത്യാദീനാം ഇഹാർത്ഥാനാം ഛായാ ന കതമാപി ന സംഘാതോ വികാരോപി ന പൃഥങ്നാന്വിതോ മൃഷാ ദാതവോ വൈ അവയവിത്വാച്ച തന്മാത്രാവയവൈർവിനാ നസ്യുർഹ്യസതി അവയവിനി അസന്നവയവോ അന്തദഃ സ്യാത് സാദൃശ്യഭ്രമസ്താവത് വികൽപേ സതി വസ്തുനഃ ജാഗ്രത് സ്വാപൗ യഥാ സ്വപ്നേ തഥാ വിധി നിഷേധദാ ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം തദാത്മനഃ വർത്തയൻ സ്വാനുഭൂത്യേഹ ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനിഃ കാര്യകാരണ വസ്ത്വൈക്യമർശനം പടതന്തുവത് അവസ്തുത്വാദ് വികൽപസ്യ ഭാവാദ്വൈതം തദുച്യത്തെ യദ്ബ്രഹ്മണി പരേ സാക്ഷാത് സർവകർമ്മ സമർപ്പണം മനോവാക്തനുഭിഃ പാർത്ഥ ക്രിയാദ്വൈതം തദുച്യത്തെ ആത്മജായാസുതാദീനാം അന്യേഷാം സർവദേഹിനാം യത് സ്വാർത്ഥകാമയോരൈക്യം ദ്രവ്യാദ്വൈതം തദുച്യത്തെ യദ്യസ്യ വാ നിഷിദ്ധം സ്യാത് യേന യത്ര യതോ നൃപ സതേനേഹേത കർമാണി നരോ നാന്യൈരനാപതി
ഏതൈരന്യൈശ്ച വേദോക്തൈർവർത്തമാനസ്വകർമ്മഭിः ഗൃഹേപ്യസ്യ ഗതിം ധ്യായാത് രാജൻ തദ്ഭക്തിഭാൻ നരഃ യഥാ ഹി യൂയം നൃപദേവ ദുസ്ത്യജാത് ആപദ്ഗണാത് ഉത്തരതാത്മനഃ പ്രഭോ യത്പാദഭംഗേരുഹ സേവയാ ഭവാൻ അഹാരശീത് നിർജിത ദിഗ്ഗജഃ ക്രതൂൻ അഹം പുരാഭവം കശ്ചിത് ഗന്ധർവ ഉപബർഹണഃ നാമ്നാതീതേ മഹാകൽപേ ഗന്ധർവാണാം സുസമ്മതഃ രൂപപേശലമാധുര്യ സൗഗന്ധ്യ പ്രിയദർശനഃ സ്ത്രീണാം പ്രിയതമോ നിത്യം മത്തസ്തു പുരുലംബടഃ ഏകദാ ദേവസത്രേ തു ഗന്ധർവാപ്സരസാം ഗണാഃ ഉപഹൂതാ വിശ്വസൃഗ്ഭിഃ ഹരിഗാഥോപഗായനേ അഹം ച ഗായം തദ്വിദ്വാൻ സ്ത്രീഭിഃ പരിവൃതോ ഗതഃ ജ്ഞാത്വാ വിശ്വസൃജസ്തന്മേ ഹേളനം ശേപുരോജസ യാഹി ത്വം ശൂദ്രതാം ആശു നഷ്ടശ്രീകൃതഹേളനഃ താവദ്ദാസ്യാമഹം ജജ്ഞേ തത്രാപി ബ്രഹ്മവാദിനാം ശുശ്രൂഷയാനുഷംഗേണ പ്രാപ്തോഹം ബ്രഹ്മപുത്രതാം ധർമ്മസ്തേ ഗൃഹമേധീയോ വർണ്ണിതഃ പാപനാശനഃ ഗൃഹസ്ഥോ യേന പദവീം അഞ്ജസാ ന്യാസിനാം യാത് യൂയം നൃലോകേ ബത ഭൂരിഭാഗാഃ ലോകം പുനാനാമുനയോഭിയന്തി യേഷാം ഗൃഹാൻ ആവസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം സവാ അയം ബ്രഹ്മ മഹദ്വിമൃഗ്യ കൈവല്യ നിർവാണ സുഖാനുഭൂതിഃ പ്രിയ സുഹൃദ്വഃ ഖലു മാതുലേയഃ ആത്മാർഹണീയോ വിധികൃദ്ഗുരുശ്ച നയസ്യ സാക്ഷാത് ഭവ പത്മജാദിഭിഃ രൂപം ധിയാ വസ്തുതയോപവർണിതം മൗനേന ഭക്ത്യാ ഉപശമേന പൂജിതഃ പ്രസീദതാം ഏഷ സ സാത്വതാം പതിഃ. ശ്രീശുക ഉവാച ഇതി ദേവർഷിണാ പ്രോക്തം നിശമ്യ ഭരതർഷഭഃ പൂജയാമാസ സുപ്രീതഃ കൃഷ്ണം ച പ്രേമവിഹ്വലഃ കൃഷ്ണപാർത്തൗ ഉപാമന്ത്ര്യ പൂജിത പ്രയയൗ മുനിഃ ശ്രുത്വാ കൃഷ്ണം പരം ബ്രഹ്മ പാർത്ഥ പരമവിസ്മിതഃ ഇതി ദാക്ഷായണീനാം തേ പൃഥഗ്വംശാഃ പ്രകീർത്തിതാഃ ദേവാസുരമനുഷ്യാദ്യാ ലോകാ യത്ര ചരാചരാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിര നാരദ സംവാദേ സദാചാര നിർണയോ നാമ പഞ്ചദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. സദാചാര നിർണയം യുധിഷ്ഠിര നാരദ സംവാദ രൂപത്തില് ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 15-ാം അധ്യായം. ഇന്നലെ നമ്മള് 28 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളാണ് വ്യാഖ്യാനിച്ചത്. അതിനു മുമ്പ് ഗുരുവിനെ ഈശ്വരനായി കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞു. ആ ഗുരുവിലുള്ള ഈശ്വര ബുദ്ധിയാണ് നമ്മുടെ എല്ലാ നെഗറ്റിവിറ്റികളെയും തരണം ചെയ്യാനുള്ള ഉത്തമ മാർഗം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ ശങ്കരാചാര്യർ പറഞ്ഞ ആ പടികൾ ജീവൻ മുക്തിയിലേക്കുള്ള ആദ്യത്തേതും തുടർന്നുള്ളതും ആയിട്ടുള്ള, അതിനെ പടികൾ എന്നല്ല പറയേണ്ടത്, അതൊരു ലിഫ്റ്റ് തന്നെയാണ്. നമ്മളെ ഓരോ നിലകളിലേക്കും കൊണ്ടുപോകുന്ന ഓരോ ലിഫ്റ്റ് തന്നെയാണ്
സത്സംഗം അഥവാ ഗുരുക്കന്മാരുമായിട്ടുള്ള സംഘം. ആ ഗുരുക്കന്മാരിൽ മനുഷ്യബുദ്ധിയല്ല വേണ്ടത്, ഈശ്വര ബുദ്ധിയോടുകൂടെ അവരെ സേവിക്കുക. എല്ലാ ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്ന് വ്യക്തമാക്കി. പിന്നീട് എല്ലാ നിയമചോദനകളും വെറുതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനോ മനസ്സിനെ അടക്കാനോ മാത്രമായിട്ടല്ല, ഈശ്വരപ്രാപ്തി എന്ന മഹത്തായ ലക്ഷ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ മറ്റുള്ളത് വെറും ശ്രമം മാത്രമാണ്. ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേണ്ടി മാത്രമായിട്ട് നിയമചോദനകളൊക്കെ അനുഷ്ഠിക്കുന്നത്, ശാസ്ത്രവിധികളെല്ലാം പിന്തുടരുന്നത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ പ്രവൃത്തികളും ഈ പരമമായ യോഗത്തിലേക്ക് നമ്മളെ അതിന്റെ പ്രയോജനത്തെ നൽകാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ അവയെല്ലാം ഇഷ്ടാപൂർത്തങ്ങൾ അടക്കമുള്ള കർമ്മങ്ങളും അനർത്ഥത്തിനായിട്ട് ഭവിക്കുന്നു എന്ന് പറഞ്ഞു. അനർത്ഥായ ഭവേയുസ്തേ പൂർത്തമിഷ്ടം തത് അസതഃ. ഇനി ആരാണോ തന്റെ ചിത്തവിജയത്തിന് പ്രയത്നിക്കുന്നത് അവൻ നിസ്സംഗനും അപരിഗ്രഹനുമായി ഏകനായി ഏകാന്തത്തെ ശരണം പ്രാപിച്ച് ഭിക്ഷുവായി ഭിക്ഷയെ മിതമായി ഭുജിക്കുന്നവനായി ശുചിയായ സമമായ ദേശത്തിൽ തന്റെ ധ്യാനാദികൾക്ക് അനുകൂലമായ ആസനത്തെ ക്രമീകരിച്ച് സ്ഥിരവും സുഖവുമായിട്ടുള്ള സമമായ ആസനത്തിൽ ഇരുന്നു കൊണ്ട് ശരീരത്തെ നേരെ നിർത്തിക്കൊണ്ട് ഋജ്വംഗ ഓമിതി ഓം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാണാപാനങ്ങളെ പൂരകുംഭകരേചകങ്ങളിലൂടെ നിയന്ത്രിക്കേണ്ടതാണ്. മനസ്സ് കാമങ്ങളെ ഉപേക്ഷിക്കുന്നത് വരെ, വിഷയചിന്തകളെ ഉപേക്ഷിക്കുന്നത് വരെ പ്രാണായാമാദികൾ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. ആ സമയത്ത് കണ്ണ് അടച്ചു അടച്ചില്ല എന്ന മട്ടില് സ്വനാസാഗ്ര നിരീക്ഷണ, അവനവന്റെ നാസികാഗ്രത്തെ തന്നെ നിരീക്ഷണം ചെയ്യുന്നവനായി കണ്ണ് തുറന്നും വെക്കാൻ പാടില്ല, തീർത്തും അടച്ചും വെക്കാൻ പാടില്ല. അടച്ചു വെച്ചാൽ ഉറങ്ങും, തുറന്നു വെച്ചാൽ മനസ്സ് കണ്ണിലൂടെ പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് മനസ്സ് കാമഹതമാണ് നമ്മുടെ എല്ലാം മനസ്സ്. അത് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ സ്വഭാവം. അത് എവിടെവിടേക്കൊക്കെ പുറത്തേക്ക് പോകണോ, ഏതേത് വിഷയങ്ങളിലേക്ക് പോകുന്നുവോ അതിൽ നിന്നൊക്കെ അനുനയിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. അവനവന്റെ ഹൃദയത്തിലേക്ക് അഹമഹം എന്ന് എവിടെയാണോ സ്ഫുരിക്കുന്നത് ആ കേന്ദ്രത്തിലേക്ക് ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ അഭ്യാസം ചെയ്യുന്നവന്റെ മനസ്സ് അല്പകാലം കൊണ്ട് നിർവാണഭാവത്തെ പ്രാപിക്കും. അനിന്ദന വന്യവത്, ഇന്ധനമില്ലാതായ അഗ്നി എങ്ങനെ സ്വയം അടങ്ങുന്നുവോ, അതിന്റെ ജ്വാലകളും അതിന്റെ എന്താ പറയുക പൊട്ടലും ചീറ്റലും ഒക്കെ എങ്ങനെ അടങ്ങി അഗ്നി കാണാതെയാകുന്നുവോ അതുപോലെ ചിത്തവൃത്തികളെല്ലാം അതിന്റെ സ്രോതസ്സായ ഹൃദയത്തിൽ വിലയിക്കുന്നു. അങ്ങനെ നിരന്തരമായ അഭ്യാസം കൊണ്ട് കാമാദിപിരനാവിദ്ധം പ്രശാന്ത അഖില വൃത്തിയത് ചിത്തം ബ്രഹ്മസുഖസ്പൃഷ്ടം നൈവോത്തിഷ്ഠേത കർഹിച്ചിത്. കാമാദികളാൽ ബാധിക്കപ്പെടാത്ത പ്രശാന്തമായ അഖില വൃത്തിയോടുകൂടിയതായിട്ടുള്ള ചിത്തം ബ്രഹ്മസുഖത്തെ സ്പർശിച്ചുകൊണ്ട് പിന്നീട് വിഷയസുഖങ്ങളിലേക്ക് നൈവ കർഹിച്ചിത് ഉത്തിഷ്ഠേത, ഒരിക്കലും വിഷയസുഖങ്ങളെ നോക്കി അത് പോകുന്നില്ല. ഒരു പതിവ്രതയായ പത്നിക്ക് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ഭർത്താവിനെ കിട്ടിയാൽ അവളുടെ മനസ്സ് പിന്നെ ആ ഭർത്താവിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അതുപോലെ തിരിച്ചും. അതുപോലെ ഇവിടെയും ആ മനസ്സിന് ആനന്ദസ്വരൂപമായ ആ ആത്മസ്വരൂപത്തിൽ അടങ്ങിയിരിക്കുമ്പോൾ ദുഃഖഭൂയിഷ്ടമായിട്ടുള്ള ലോക വിഷയങ്ങളിലേക്ക് ആ മനസ്സ് പിന്നീട് പ്രവർത്തിക്കാതെ ആവും.
അതിന് വിഷയങ്ങളുടെ തുച്ഛത മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പുറകെ പോകാതെയാവും. അതാണ് അവസാന ശ്ലോകത്തിൽ 35-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. രസോപ്യസ്യ കൗന്ദേയ പരം ദൃഷ്ട്വാ നിവർത്തതേ. ആ പരത്തെ ദർശിച്ചു കഴിയുമ്പോൾ ചിത്തത്തിലുള്ള രസം അഥവാ വാസന അത് പൂർണ്ണമായിട്ട് നിവർത്തിക്കുന്നു. വാസനാ നിവൃത്തിയാണ് ഈ സ്കന്ധത്തിലെ വിഷയം തന്നെ. ഉദയ കർമ്മവാസന. അപ്പോ ഈ സ്കന്ധത്തിലെ ഓരോ ശ്ലോകത്തിലും അന്തർധാരയായി ഈ വാസനാ നിവൃത്തിക്കുള്ള മാർഗമാണ് ഉപദേശിക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളില് ഉണ്ടായിരിക്കണം. അപ്പോഴാണത് വ്യക്തമായിട്ട് ഓരോ ശ്ലോകത്തിന്റെയും താല്പര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. 36 മുതൽക്കുള്ള ശ്ലോകം കാണാം. യഃ പ്രവ്രജ്യ ഗൃഹാത് പൂർവം ത്രിവർഗാവപനാത് പുനഃ യദി സേവേത താൻ ഭിക്ഷുഃ സ വൈവാന്താശി അപത്രപഃ. യഃ പ്രവ്രജ്യ ഗൃഹാത് പൂർവം ത്രിവർഗാവപനാത് പുനഃ യദി സേവേത താൻ ഭിക്ഷുഃ സ വൈവാന്താശി അപത്രപഃ. നാരദൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കാര്യം പറയുകയാണ്. നാരദൻ ആരെയും സുഖിപ്പിക്കേണ്ട കാര്യമില്ല, പച്ചയ്ക്ക് പറയുകയാണ്. എന്താ പറയുന്നത്? യഹ പ്രവ്രജ്യ ഗൃഹാത് പൂർവം. അപ്പൊ യഹ ഏതൊരുവനാണോ ഗൃഹാത് ഗൃഹത്തിൽ നിന്ന് പൂർവം പ്രവ്രജ്യ, പൂർവം മുമ്പ്, പ്രവ്രജ്യ പ്രവ്രാജനം ചെയ്തിട്ട്, പരിവ്രാജനം ചെയ്തിട്ട്, ഗൃഹത്തെ വെടിഞ്ഞ് പുറത്തേക്കിറങ്ങി പരിവ്രാജകനായി സന്യാസിയായി തീർന്നിട്ട് എന്നർത്ഥം. പരിവ്രാജനം എന്ന് പറഞ്ഞാല് നല്ലതുപോലെ എല്ലായിടത്തും ചുറ്റി സഞ്ചരിക്കുക, ഒരിടത്തും സംഘമില്ലാതെ നിസ്സംഗനായി കാറ്റത്തെ അപ്പൂപ്പൻ താടിയെ പോലെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടാവും, അജണ്ട ഉണ്ടാവും. അപ്പോൾ ഒരു സന്യാസിയെ സംബന്ധിച്ച് അലഞ്ഞു തിരിയുന്നതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഓരോ ദിവസവും എത്തുന്നിടത്ത് എത്തട്ടെ, കിട്ടുന്നത് ഭക്ഷണമായിട്ട് ലഭിക്കുന്നത് യദൃച്ഛാലാഭ സന്തുഷ്ടിയോടെ കഴിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിനെയാണ് പരിവ്രാജനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വീട് വിട്ടിറങ്ങി, പൂർവം ഗൃഹാത് പ്രവ്രജ്യ, ആദ്യം ഗൃഹത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്, എങ്ങനെയുള്ളതാണ് ഈ ഗൃഹം എന്ന് പറയണ? ത്രിവർഗ ആവപനാത്. ഈ ഗൃഹത്തെ വിശേഷിപ്പിച്ചതാണ് ത്രിവർഗ ആവപനാത് ഗൃഹാത്. ആവപനം എന്ന് പറഞ്ഞാല് വിളനിലം എന്നാണ് അർത്ഥം. വപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക, വിതയ്ക്കുന്ന സ്ഥാനമാണ് ആവപനം. അപ്പൊ വിതയ്ക്കുന്ന സ്ഥാനം ഏതാണ്? കൃഷിസ്ഥലം, വിളനിലം. അപ്പൊ നമ്മൾ എന്തിനാണ് ഗൃഹത്തിൽ താമസിക്കുന്നത്? ത്രിവർഗത്തെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് ത്രിവർഗം? ധർമ്മ അർത്ഥ കാമങ്ങൾ. ധർമാർത്ഥ കാമങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഗൃഹസ്ഥ ജീവിതം. അത് വലിയ പ്രസക്തിയില്ലാതെ ആവുമ്പോഴാണ് മോക്ഷം എന്നുള്ളതിലേക്ക് കൂടുതൽ തീവ്രത ഉണ്ടാകുന്നത്, ആ പുരുഷാർത്ഥത്തിലേക്ക് നമ്മുടെ നിശ്ചയമുണ്ടാകുന്നത്. അപ്പൊ മോക്ഷം ആണ് തന്റെ ലക്ഷ്യം എന്ന് നല്ലതുപോലെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ത്രിവർഗത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല, ധർമാർത്ഥ കാമങ്ങളെ സമ്പാദിച്ചുകൊണ്ടിരിക്കലല്ല പിന്നെ ചെയ്യേണ്ടത്. ആ ധർമാർത്ഥ കാമങ്ങളുടെ വിളനിലമായ കൃഷിസ്ഥലമായ ഭൂമിയെ അഥവാ ഗൃഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അപ്പൊ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിന് പ്രേരിതനാവും. അവിടുത്തെ ഒരു സ്വഭാവം അതാണ്. ഗൃഹത്തിന്റെ സ്വഭാവം അവിടെ ഇരുന്നാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി നമ്മളെ ആ പ്രഷറൈസ് ചെയ്ത് ആ മൊമെന്റം അങ്ങനെ തന്നെ തുടരും. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ പുനഃ ചർവിത ചർവണം, ചവച്ചതിനെ തന്നെ ചവയ്ക്കുന്ന ആ ഒരു സ്വഭാവത്തില്, ആ കറങ്ങുന്ന ചക്രത്തിൽ പെട്ടതുകൊണ്ട്
ആ ചക്രത്തിന്റെ വേഗത കുറയുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് സ്വസ്ഥത വേണോ? ആ ചക്രത്തിന്ന് പുറത്ത് ചാടണം. അപ്പൊ ഈ ധർമാർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗങ്ങളെ സമ്പാദിക്കുന്ന ആ ഗൃഹസ്ഥധർമ്മത്തിൽ നിന്ന് പുറത്ത് ചാടണം. അതാണ് ത്രിവർഗ ആവപനാത് ഗൃഹാത് പൂർവം പ്രവ്രജ്യ. ഈ ത്രിവർഗങ്ങളെ എന്താ പറയുക, വിളവെടുപ്പ് നടത്തുന്നതായിട്ടുള്ള വിളഭൂമിയായ ഗൃഹത്തിൽ നിന്ന് പുറത്ത് കടന്നിട്ട് പുനഃ പിന്നെയും വീണ്ടും യതി സേവേത താൻ ഭിക്ഷുഹു. ഭിക്ഷുഹു യഹ ഭിക്ഷുഹു എന്നർത്ഥം. ഏതൊരു ഭിക്ഷുവാണോ ഭിക്ഷാടനത്തിന് ഇറങ്ങിയിട്ട് പുനഃ താൻ സേവേത യതി, പുനഃ വീണ്ടും താൻ എന്ന് പറഞ്ഞാലോ ഈ ത്രിവർഗങ്ങളെ തന്നെ, ഈ ഗൃഹത്തിൽ സംബന്ധിച്ചതായിട്ടുള്ള ഗൃഹത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള ധർമാർത്ഥ കാമങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ തന്നെ അല്ലെങ്കിൽ ഗൃഹത്തിലെ സുഖങ്ങളെ തന്നെ സേവേത ഭജിക്കുകയാണ്, സേവിക്കുകയാണ്, ആർജിക്കുകയാണ് യതി എങ്കിൽ. അപ്പൊ വീണ്ടും ഒരു ഗൃഹസ്ഥനെ പോലെയുള്ളതായിട്ടുള്ള ജീവിതമാണ് ഒരു സന്യാസി നയിക്കുന്നതെങ്കിൽ സവൈ വാന്താശി അപത്രപഃ. അപത്രപൻ എന്ന് പറഞ്ഞാൽ ത്രപ പോയവൻ. ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ, യാതൊരു സങ്കോചവും ലജ്ജയും ഇല്ലാത്തവൻ, നാണം കെട്ടവൻ. അവൻ എന്ത് ചെയ്യുന്നു? അവനെ കുറിച്ച് എന്താ പറയണത് ഇവിടെ? സവൈ വാന്താശി. അവൻ വാന്താശിയാണ്. വാന്താശി എന്ന് പറഞ്ഞാല് വാന്തി എടുത്തതിനെ അശിക്കുന്നവൻ. വാന്തി എടുക്കുക എന്നാ തമിഴിൽ പറയാ എന്തിനെ? ഛർദിക്കുന്നതിനെ. സംസ്കൃതം വമിക്കുക, ഇംഗ്ലീഷിൽ വൊമിറ്റ് ചെയ്യുക എന്നും പറയും. എല്ലാം ഒന്നാണ് അല്ലേ? വമ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഇംഗ്ലീഷിലെ വൊമിറ്റിങ്, സംസ്കൃതത്തിലെ വമനം, തമിഴിലെ വാന്തി. ഇതൊക്കെ ഒരു വമനം, സംസ്കൃതമാണ് ഇതിന്റെ മൂലം. വമനം എന്നുള്ളത് ആ വമിക്കുന്നതിൽ നിന്ന് വൊമിറ്റിങ് വന്നു, വാന്തി വന്നു, ഛർദിക്കലാണ്. അതിനെ അശിക്കുന്നവൻ, ഛർദിച്ചതിനെ തിന്നുന്നവൻ. അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? അവനവൻ ഛർദിച്ചതിനെ തന്നെ അവനവൻ വീണ്ടും എടുത്ത് വിഴുങ്ങുക, വായിലിടുക, അശിക്കുക, നല്ല രുചിയുണ്ട് എന്ന് പറഞ്ഞ് ഭക്ഷിക്കുക ചെയ്യാറുണ്ടോ? എത്ര വിശന്നാലും എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മൾ ഛർദിച്ചതിനെ നമ്മൾ ഒരിക്കലും പിന്നീട് ഭക്ഷിക്കാറില്ല. അറപ്പോട് കൂടിയിട്ടേ നമ്മൾ അതിനെ കാണും. നമ്മുടെ സ്വന്തം ഛർദിച്ചതാവട്ടെ അതിനോട് പോലും നമുക്ക് ഒരു അറപ്പാണ് ഉണ്ടാവുക. ജുഗുപ്സയോടെ നമ്മൾ കൈകാര്യം ചെയ്യും. നമ്മുടെ ദേഹത്തൊക്കെ ചിലപ്പോൾ ആയിക്കഴിഞ്ഞാൽ പോലും ആ വസ്ത്രമൊക്കെ അഴിച്ച് വേഗം അതിനെ അലക്കി ദേഹമൊക്കെ അല്ലേ നല്ലോണം കഴുകും സോപ്പിട്ടിട്ട്. എവിടെയൊക്കെ ഛർദിച്ചു ആ ഭാഗമൊക്കെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കും. വേറൊരാൾക്ക് അടുക്കാൻ പറ്റില്ല. നമ്മളോട് വളരെ പ്രിയപ്പെട്ടവർ പോലും അല്ലേ, കുട്ടികളുടെ ഛർദിച്ചത് അമ്മമാര് കൈകാര്യം ചെയ്യും, അവരുടെ നിവൃത്തികേട് കൊണ്ടും അവരുടെ സ്നേഹാധിക്യം മമത കൊണ്ടും. ഭർത്താവിന്റെ ഛർദിച്ചത് ഭാര്യമാര് കൈകാര്യം ചെയ്യുമ്പോൾ പോലും ചീത്ത വിളിക്കും. കൂട്ടുകാരുടെ ഛർദിച്ചത് വരുമ്പോൾ ചീത്ത വിളിക്കാം. അപ്പൊ അത്രയും ഒരു വൃത്തികേട് നമുക്ക് അതിനോട് തോന്നും. വാന്തിയെടുത്തത് അതിനെ അശിക്കുന്നവൻ വാന്താശി. അപ്പോ അത്രയും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ സന്യസിച്ച ശേഷം വീണ്ടും ഗൃഹസ്ഥന്റെ ഭോഗങ്ങളെ കാക്ഷിച്ച് വീണ്ടും അതേ കർമ്മങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ യഹ പ്രവ്രജ്യ ഗൃഹാ പൂർവം ത്രിവർഗ ആവപനാത് പുനഃ യതി സേവേത താൻ ഭിക്ഷുഹു സവൈ വാന്താശി അപത്രപഃ. അപ്പോ നല്ല നിശ്ചയം വേണം. ഇനി ഒരിക്കലും ഞാൻ ഈ ഛർദിച്ചത് തിന്നില്ല എന്നുള്ള പോലെയുള്ള നിശ്ചയം. ഞാൻ ഉപേക്ഷിച്ചതിനെ വീണ്ടും സേവിക്കുകയില്ല. ഞാൻ എന്തൊക്കെ ക്രിയകള്, കർമ്മങ്ങള്, ഏതൊക്കെ സുഖഭോഗങ്ങള്, ധർമാർത്ഥ കാമങ്ങളെ ഞാൻ ഉപേക്ഷിച്ചുവെങ്കിൽ ഞാൻ വീണ്ടും അവയെ തന്നെ തിരിച്ച് സ്വീകരിക്കില്ല എന്ന് ഒരു ബോധം ഭിക്ഷുവിന്റെ ഉള്ളില് നിശ്ചയമുള്ളപ്പോൾ മാത്രമേ ആ ഭിക്ഷു ആ സന്യാസം എന്നുള്ളതായിട്ടുള്ള ചടങ്ങിലേക്ക്, ആ ദീക്ഷയിലേക്ക്, ആ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് പതനം ഉണ്ടാവും. അയാൾ പക്വത ആർജിച്ചിട്ടില്ലെങ്കിൽ അയാൾ പതനം സംഭവിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞത്.
അതിന്റെ ഒരു കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് അടുത്ത ശ്ലോകം. എന്തുകൊണ്ട് അയാളെ വാന്താശി എന്ന് ഇത്രയും പറഞ്ഞു, ആ വാന്താശി എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിക്കുകയാണ്. യൈഹി സ്വദേഹ സ്മൃതോ അനാത്മാ മർത്യോ വിക്രമി ഭസ്മസാത് തയേനമാത്മസാത് കൃത്വാ ശ്ലാഘയന്തി ഹ്യസത്തമാഃ. യൈ സ്വദേഹ സ്മൃതോ അനാത്മാ മർത്യോ വിക്രമി ഭസ്മസാത് തയേനമാത്മസാത് കൃത്വാ ശ്ലാഘയന്തി ഹ്യസത്തമാഃ. യൈഹി ഏതൊരാളുകളാൽ, ഈ സന്യാസം സ്വീകരിച്ചവരെ കുറിച്ചാണ് പറയണം. യൈഹി സ്വദേഹ അവനവന്റെ ദേഹം, മർത്യ അനാത്മാ വിക്രമി ഭസ്മസാത് സ്മൃത. യൈഹി ഏതാളുകളാലാണോ സ്വദേഹ തന്റെ ശരീരത്തെ, സ്വദേഹത്തെ, മർത്യ ഇത് നശ്വരമാണ്, മരണശീലത്തോടു കൂടിയതാണ്, ഡിസ്പോസബിൾ ആണ്, പെറിഷബിൾ ആണ്, എപ്പോ വേണമെങ്കിലും ഇത് നശിച്ചു പോകുന്നതാണ് എന്നുള്ള ബോധം ഉറപ്പിച്ചിട്ട് മർത്യമാണ് എന്നും, മാത്രമല്ല അനാത്മാ ഇത് ആത്മാവല്ല, ഇത് ഞാനല്ല, ഇതല്ല ഞാൻ, ഇതെന്റെ വൃത്തികെട്ടൊരു ആവരണമാണ്, വസ്ത്രമാണ് എന്ന ഭാവത്തില് അതിനെ വേറിട്ടറിഞ്ഞിട്ട് ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ലക്ഷണത്തോടു കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരമല്ല ആത്മാ, ഇത് അനാത്മാവാണ് എന്ന് ശരീരത്തിൽ അനാത്മബുദ്ധി ഉണ്ടായിട്ട് വിട്ട് കൃമി ഭസ്മസാത് സ്മൃത. വിട്ട് എന്ന് പറഞ്ഞാൽ മലം, കൃമി എന്ന് പറഞ്ഞാൽ കൃമികള്, ഭസ്മം എന്ന് പറഞ്ഞാൽ ചാരം, അതിന് സാത്ത് എന്ന് പറഞ്ഞാൽ സമാനം, സ്മൃത സ്മരിക്കപ്പെട്ടിട്ട്. അപ്പോ ഒന്നുകിൽ ഈ ശരീരം പുഴുവിന്റെ ഭക്ഷണമായി സ്വയം പുഴുവായി തീരാനുള്ളതാണ്. ഇത് മുഴുവൻ പുഴു തിന്നാൽ ഇത് പുഴുവായിട്ട് മാറും. അല്ലെങ്കിൽ വിട്ട് എന്ന് പറഞ്ഞാൽ മലമായിട്ട് തീരുന്നതാണ്. ഇത് മുഴുവൻ മലമാണ്. ഇനി ഏതെങ്കിലും ജന്തുക്കൾ ഇതിനെ ഭക്ഷിച്ചാൽ അവരുടെ മലമായി പോകും. അപ്പൊ അങ്ങനെ സ്വയം മലമായിരിക്കുന്നതും കൃമിയായിരിക്കുന്നതും, ഇപ്പൊ തന്നെ കൃമികൾ ഇതിൽ ധാരാളം ഉണ്ട്. അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞാലോ ചാരമായി പോകുന്നതും. അപ്പൊ ഈ ശരീരത്തെ സംസ്കരിച്ചില്ലെങ്കിൽ മറ്റു ജന്തുക്കൾ ഭക്ഷിച്ച് അതിന് മലമായി തീരുന്നു, അല്ലെങ്കിൽ പുഴുവരിച്ച് സ്വയം പുഴുവായി തീരുന്നു, അല്ലെങ്കിൽ ചാരമായി തീരുന്നു. കത്തിച്ചാൽ ചാരമായി തീരുന്നു. ഇതാണ് ഈ ശരീരത്തിന്റെ ഒരു അവസാനം, അതിന്റെ അന്ത്യം അങ്ങനെയാണ്. ഇപ്പൊ തന്നെ അത് മർത്യമാണ്. അപ്പൊ ഇങ്ങനെ സ്മൃത സ്മരിച്ചിട്ട് പിന്നെ അപ്പോഴാണല്ലോ അയാൾക്ക് അതിനോടുള്ള ആഭിമുഖ്യമില്ലാതായി ആ ശരീരത്തെ, ശരീരധർമ്മങ്ങളെ വെടിഞ്ഞ് സന്യാസധർമ്മത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പ്രവേശിച്ചിട്ട്, ഇങ്ങനെ ഉപേക്ഷിച്ച് ഈ ശരീരത്തെ നിന്ദ്യമായി കരുതി സന്യാസം സ്വീകരിച്ചിട്ട് അസത്തമാഹാത്തെ, അസത്തുക്കളായിരിക്കുന്നവര്, അസത്തുക്കളിൽ തമന്മാരായിട്ടുള്ളവര് ഏനം ഈ ശരീരത്തെ തന്നെ വീണ്ടും ആത്മസാത്കൃത്വ ശ്ലാഘയന്തി. ആത്മസാത്കൃത്വ എന്ന് പറഞ്ഞാൽ ആത്മസമാനമായിട്ട് ഇതാണ് താനെന്ന് വീണ്ടും ഏറ്റെടുത്തിട്ട് ഈ ശരീരത്തിലുള്ളതായിട്ടുള്ള അഭിമാനം വീണ്ടും വർദ്ധിച്ചു വന്ന് അതുമായി താദാത്മ്യം വർദ്ധിച്ച് ശ്ലാഘയന്തി അതിനെ ശ്ലാഘിക്കുന്നു, അതിനെ പ്രശംസിക്കുന്നു, അതിനെ ശുശ്രൂഷിക്കുന്നു, ലാളിക്കുന്നു. അതിനുവേണ്ടി ജീവിതത്തെ വീണ്ടും പാഴാക്കി കളയുന്നു. അപ്പോ ശരീരത്തിലുള്ള ആത്മഭാവം വെടിഞ്ഞ് ഇത് അനാത്മാവാണ്, ഇത് മർത്യമാണ്, ഇത് മലമാണ്, ഇത് ചാരമാണ് എന്നൊക്കെ കരുതി അതിനോടുള്ളതായിട്ടുള്ള എല്ലാ ബഹുമാനവും വെടിഞ്ഞ് അതിനെ ഉപേക്ഷിച്ച രീതിയിലുള്ള ജീവിതം നയിക്കുന്ന സന്യാസി വീണ്ടും അതിന് പ്രാധാന്യം കൊടുക്കുന്ന ജീവിതം നയിക്കുന്നത് അതിനെ പ്രശംസിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ പിന്നെ ഉപേക്ഷിച്ചതിനെ സ്വീകരിച്ചു, ഛർദിച്ചതിനെ ഭക്ഷിച്ചു. അതാണ് ഇവിടെ വാന്താശി എന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ചതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ശരീരധർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ജീവിതം സ്വീകരിച്ച് പിന്നീട് ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അവൻ വാന്താശി തന്നെയാണ്, അസത്തമനാണ്, അസത്തുക്കളിൽ വെച്ച് തമനാണ് എന്നാണ് പറയുന്നത്.
യൈ സ്വദേഹ സ്മൃതോ അനാത്മാ മർത്യോ വിക്രമി ഭസ്മസാത് തയേനമാത്മസാത് കൃത്വാ ശ്ലാഘയന്തി ഹ്യസത്തമാഹ. അപ്പൊ അങ്ങനെ ഒരിക്കൽ സന്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഗൃഹസ്ഥ ജീവിതം നയിക്കരുത് എന്നുള്ളതിന്റെ പരിഹാസ ഭാവത്തിൽ പറഞ്ഞിട്ട് അതിനെ കൂടുതൽ മറ്റുള്ള ആശ്രമങ്ങളുമായും ബന്ധിപ്പിച്ച് പറയുന്നു. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ വടോരപി തപസ്വിനോ ഗ്രാമസേവ ഭിക്ഷോരിന്ദ്രിയലോലത ആശ്രമാവസദാ ഹ്യേതേ ഖൽവാശ്രമ വിഡംബകാഃ ദേവമായാ വിമൂഢാംസ്താൻ ഉപേക്ഷേതാനുകമ്പയാ. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ വടോരപി തപസ്വിനോ ഗ്രാമസേവ ഭിക്ഷോരിന്ദ്രിയലോലത ആശ്രമാവസദാ ഹ്യേതേ ഖൽവ ആശ്രമ വിഡംബകാഃ ദേവമായാ വിമൂഢാംസ്താൻ ഉപേക്ഷേതാനുകമ്പയാ. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗഃ. ഗൃഹസ്ഥന് ക്രിയാത്യാഗഃ, അവൻ ഗൃഹത്തിലിരുന്ന് ചെയ്യേണ്ട ക്രിയകളെ ത്യജിക്കുക എന്നുള്ളതും, അതുപോലെ വ്രതത്യാഗോ വടോരപി. വടു എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി. ബ്രഹ്മചാരി ജീവിക്കേണ്ടത് ബ്രഹ്മചര്യ വ്രതത്തോടുകൂടിയാണ്. ബൃഹത് വ്രതം എന്നുള്ള ബ്രഹ്മചര്യ വ്രതം സ്വീകരിച്ചിരിക്കണം. അഷ്ടവിധ മൈഥുന ചിന്തകളും ഇല്ലാത്ത രീതിയിലുള്ള വേദം പഠിക്കുക, അതിലേക്ക് മാത്രം മുഴുകിയിരിക്കുന്നതായിട്ടുള്ള നിത്യകർമ്മങ്ങളോടുകൂടി ജീവിക്കുക, ഗുരുകുലത്തിലെ ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട്. അതാണ് ഒരു ബ്രഹ്മചാരിയുടെ വ്രതം. ആ വ്രതത്തെ ബ്രഹ്മചാരി ത്യജിക്കുക. വ്രതത്യാഗോ വടോരപി. വടു വ്രതത്യാഗം ചെയ്യുക. തപസ്വിനോ ഗ്രാമസേവ. തപസ്വികൾ എന്ന് പറയുമ്പോൾ വാനപ്രസ്ഥന്മാരെന്ന അർത്ഥത്തിൽ ഇവിടെ വാനപ്രസ്ഥന്മാര് ഗ്രാമ്യ വിഷയങ്ങളെ ഉപേക്ഷിച്ച് വനത്തിൽ ചെന്ന് സാധനകൾ ചെയ്യേണ്ടവരാണ്. അങ്ങനെയുള്ള താപസന്മാർ അഥവാ വാനപ്രസ്ഥന്മാര് ഗ്രാമസേവ. ഗ്രാമസേവ ഗ്രാമ്യ വിഷയ സേവ. പ്രാകൃത വിഷയങ്ങളെ സേവിക്കുക, ഇന്ദ്രിയ വിഷയങ്ങളെ വീണ്ടും വീണ്ടും ലാളിച്ച് സേവിക്കുക ആണ് ഗ്രാമസേവ. ഭിക്ഷോഹോ ഇന്ദ്രിയലോലത. ഭിക്ഷു എന്ന് പറയുമ്പോൾ വീണ്ടും സന്യാസി. സന്യാസി ഇന്ദ്രിയലോലത, ഇന്ദ്രിയങ്ങളെ ലാളിച്ചുകൊണ്ടും ഇന്ദ്രിയങ്ങളുടെ അടക്കമില്ലായ്മയോടെ ഇന്ദ്രിയങ്ങളെ അതിന്റെ ഇഷ്ടത്തിന് അലയാൻ വിട്ടിട്ട് അതിന്റെ വിഷയങ്ങളെ ആസ്വദിക്കാൻ വിട്ട് ഇരിക്കുന്നതായിട്ടുള്ള ഭിക്ഷു. അപ്പൊ ഇവരൊക്കെ സ്വധർമ്മമല്ല അനുഷ്ഠിക്കുന്നത് എന്ന് പറയുകയാണ്. ഗൃഹസ്ഥൻ ചെയ്യേണ്ടത് സ്വന്തം ഗൃഹസ്ഥ ക്രിയകളെ ത്യജിക്കരുത്. നിത്യനൈമിത്തിക കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. അപ്പൊ ഗൃഹസ്ഥനായിരിക്കുമ്പോൾ ക്രിയകളെ വെടിയാൻ പാടുള്ളതല്ല. ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ ബ്രഹ്മചര്യ വ്രതം വെടിയരുത്. വാനപ്രസ്ഥന്മാർ ഗ്രാമ്യ വിഷയങ്ങളുടെ പുറകെ പോകരുത്. ഭിക്ഷുക്കൾ ഇന്ദ്രിയങ്ങളെ അടക്കാതിരിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, വിരുദ്ധമായ ധർമ്മം ആചരിക്കുന്നുണ്ടെങ്കിൽ ആശ്രമാപസദാഹ്യേതേ. ഏതേ ഇങ്ങനെ ചെയ്യുന്നവർ, വിരുദ്ധധർമ്മം അനുഷ്ഠിക്കുന്നവർ ആശ്രമ അപസദാഹ, ആശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും നീചന്മാരാകുന്നു. അതാത് ആശ്രമങ്ങളിലുള്ള ആശ്രമ വേഷധാരികളായിരിക്കുന്നു എന്നേ ഉള്ളൂ. അവര് അപസദന്മാരാണ്. അപസദന്മാരെന്ന് പറഞ്ഞാൽ തളർന്നവർ, താഴ്ന്നവർ, നീചന്മാർ, അല്ലെ, ദളിതന്മാർ എന്നൊക്കെ അർത്ഥം. ആ ആശ്രമത്തിൽ അവൻ തളർന്നവനാണ്. സീതതി എന്നുള്ള ക്രിയയിൽ നിന്നാണ് അപസദ ശബ്ദം ഉണ്ടാകുന്നത്. ഷതിള് എന്നാണ് ധാതു. ഷതിള് ധാതുവിൽ അപ എന്ന ഉപസർഗം ചേർത്തപ്പോ അപസദ എന്ന് നാമരൂപം ഉണ്ടായി. അപ്പോ ആ ആശ്രമങ്ങളിൽ വേഷം കെട്ടിയിരിക്കുന്നു, ഇന്ന ആശ്രമിയാണെന്ന് പറയുന്നു, പക്ഷെ ആ ധർമ്മത്തിൽ നിന്ന് വളരെയധികം പതിച്ചിരിക്കുന്നു, ച്യുതി വന്നിരിക്കുന്നു, അധപ്പതനം വന്നിരിക്കുന്നു. അവരെയാണ് ആശ്രമ അപസദന്മാരെന്ന് പറയുന്നത്. അവര് ഖലു ആശ്രമ വിഡംബകാഹ,
അവര് ആശ്രമ വിഡംബകാഹ. വിഡംബകന്മാരെന്ന് പറഞ്ഞാൽ വേഷം കെട്ടി നടിക്കുന്നവരെയാണ്. വിഡംബനം എന്ന് പറഞ്ഞാൽ നാട്യം. വിഡംബകന്മാർ, നടന്മാർ. ആശ്രമ വിഡംബകാഹ, ആശ്രമ വേഷം കെട്ടിയിരിക്കുന്ന നല്ല അഭിനേതാക്കൾ, നടന്മാരെന്നർത്ഥം. അപ്പൊ സന്യാസ വേഷം ധരിച്ച് ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവൻ അവൻ ആശ്രമ അപസതനാണ്, ആശ്രമ വിഡംബകനാണ്. ഗൃഹസ്ഥനായി ജീവിക്കുന്നു, പക്ഷെ ഗൃഹസ്ഥ ക്രിയകളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, ഒരു സന്യാസിയെ പോലെ കഴിയുന്നുവെങ്കിൽ അവനും നടനാണ്. അതുപോലെ വാനപ്രസ്ഥനും ബ്രഹ്മചാരിയും വേഷം കെട്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ധർമ്മം അവര് പാലിക്കുന്നില്ല. ആ ധർമ്മമാണ് അവരാക്കുന്നത്. ധർമ്മമില്ലാതെ വേഷം മാത്രമാകുമ്പോൾ ആശ്രമ വിഡംബകാഹ. ദേവമായ വിമൂഢാൻ താൻ അനുകമ്പയാ ഉപേക്ഷേത. ദേവമായ വിമൂഢാൻ, ദേവമായയാൽ, ഈശ്വരമായയാൽ, ഈശ്വരമായ ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ഭ്രമിപ്പിക്കുന്നു. മോഹിനി അസുരന്മാരെ ഭ്രമിപ്പിച്ചതുപോലെ, ശങ്കരനെ പോലും മോഹിപ്പിച്ചതുപോലെ ദേവമായ ഇവരെല്ലാം മോഹിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ വിമൂഢന്മാരാണ്, വിശേഷേണ മൂഢന്മാരാണ്, മൂഢശിരോമണികളാണ്. അങ്ങനെയുള്ള താൻ അവരെ അനുകമ്പയ ഉപേക്ഷേത, അവരോട് ദയ കാണിക്കുക, അവരെ വിട്ടുവിടുക, അവരെ ഇഗ്നോർ ചെയ്യുക. എന്താ ചെയ്യുക? അവർക്ക് സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാനുള്ള ശക്തി ഇല്ലാതായിരിക്കണം. വേഷം കെട്ടിയിരിക്കണു. ഉദരനിമിത്തം ബഹുകൃത വേഷ. അപ്പൊ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണു. ശരിയായ ധർമ്മമല്ല അവര് ആചരിക്കുന്നത്. അവരുടെ നേരെ സിമ്പതി കാണിക്കുക അറിവുള്ളവർ. അവര് വെറുതെ അവരുടെ പുറകെ പോയി അവരെ തിരുത്താൻ ശ്രമിച്ചാലും നമ്മൾക്ക് വിക്ഷേപം ഉണ്ടാകുന്നല്ലാതെ അവർ നേരെയാവൂ എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അവർക്ക് നേരാവണമെന്ന് അവർക്ക് തന്നെ തോന്നണം. അവർ നേരെയാവണമെന്ന് തോന്നി നേരെയാവട്ടെ. നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കേണ്ട, നമ്മൾ നമ്മളെ നേരെയാക്കിയാൽ മതി. നമ്മൾ എത്രത്തോളം ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, നമ്മളുടെ ധർമ്മം നമ്മൾ എത്ര അനുഷ്ഠിക്കുന്നുണ്ട്, നമ്മുടെ നിഷ്ഠ എത്രത്തോളം ഉണ്ട്, അത് കറക്റ്റ് ചെയ്യുക. അതേ വേണ്ടു. ബാക്കിയുള്ളവർ എന്തോ കാണിക്കട്ടെ എന്നാണ് അനുകമ്പയ ഉപേക്ഷേത. അവരെ ശോച്യന്മാരായിട്ടുള്ളവരാണ്. അവരെക്കുറിച്ച് നമുക്ക് ശോചിക്കാം, എന്ന് വെച്ചാൽ സിമ്പതൈസ് ചെയ്യാം. ഗൃഹസ്ഥസ്യ ക്രിയാത്യാഗോ വ്രതത്യാഗോ വടോരപി തപസ്സിനോ ഗ്രാമസേവ ഭിക്ഷോരിന്ദ്രിയലോലത ആശ്രമാപസദാഹ്യേതേ ഖൽവാശ്രമ വിഡംബകാഃ ദേവമായാ വിമൂഢാംസ്താൻ ഉപേക്ഷേതാനുകമ്പയാ. അപ്പോ ഒരു ഗൃഹസ്ഥനായിരിക്കുമ്പോൾ അവന് വൈരാഗ്യം വന്നുവെങ്കിൽ അവൻ ഗൃഹം ഉപേക്ഷിക്കുക, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. ഗൃഹം ഉപേക്ഷിച്ച് വനത്തിലേക്ക് വാനപ്രസ്ഥനായോ പിന്നീട് സന്യാസിയായോ പോവുക. അതിനുള്ള ധൈര്യം ഉണ്ടാവട്ടെ. അതുപോലെ ബ്രഹ്മചാരിക്ക് വേറെ വഴിയൊന്നുമില്ല. അവൻ ബ്രഹ്മചര്യം ഗുരുകുലത്തിൽ ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് തന്നെ കഴിയേണ്ടതാണ്. അവന് പാകത വരുമ്പോൾ വിവാഹം കഴിക്കാം. അവന് മെച്യൂരിറ്റി വരുമ്പോൾ, വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമ്പോൾ അവന് വ്രതത്യാഗം ചെയ്യാം. അവന്റെ ബ്രഹ്മചര്യ വ്രതം ഉപേക്ഷിച്ചുകൊണ്ട് ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കാവുന്നതാണ്. വാനപ്രസ്ഥൻ വാനപ്രസ്ഥധർമ്മത്തെ സേവിക്കുക, ഭിക്ഷു ഭിക്ഷുധർമ്മത്തെ സേവിക്കുക. ആത്മാനം ചേദ്വിജാനീയാത് പരം ജ്ഞാനദുദാശയഃ കിമിച്ഛൻ കസ്യ വാ ഹേതോഃ ദേഹം പുഷ്ണാതിലംബടഃ. ആത്മാനം ചേദ്വിജാനീയാത് പരം ജ്ഞാനദുദാശയഃ കിമിച്ഛൻ കസ്യ വാ ഹേതോഃ ദേഹം പുഷ്ണാതിലംബടഃ. ഈ ഒരു ശ്ലോകം ഉപനിഷത്ത് മന്ത്രമാണ്. മറ്റ് പല വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളിലും വർണ്ണിച്ചിട്ടുള്ള ആശയവുമാണ്.
ബൃഹദാരണ്യകോപനിഷത്തില് ഇതേ സമാനമായിട്ടുള്ള മന്ത്രം ഉണ്ട്. അതുപോലെ പഞ്ചദശി എന്ന് പറയുന്ന ശങ്കര പരമ്പരയിലെ ശൃംഗേരി മഠാധിപതിയായിരുന്ന ഒരു മഹാത്മാവായിരുന്നു വിദ്യാരണ്യമുനി. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച അവരുടെ മന്ത്രിയായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന മാധവാചാര്യൻ ആണ് പിന്നീട് ശൃംഗേരി മഠാധിപതിയായി സന്യാസിയായി വിദ്യാരണ്യ മുനിയായി തീർന്നത്. ആ വിദ്യാരണ്യ മുനിയാണ് പിന്നീട് ശങ്കരാചാര്യരുടെ ചരിത്രമെല്ലാം രേഖപ്പെടുത്തി ശങ്കര ദിഗ്വിജയം നമുക്ക് നൽകിയത്. അപ്പോൾ ആ മഹാത്മാവിന്റെ ഒരു ബൃഹത്തായ വേദാന്ത പ്രകരണ ഗ്രന്ഥമാണ് പഞ്ചദശി എന്ന് പറയുന്ന വളരെ വിസ്തരിച്ച് വേദാന്ത വിചാരം ചെയ്യുന്ന ഒരു വലിയ ഗ്രന്ഥം, ബൃഹത് ഗ്രന്ഥം. അപ്പോൾ ആ പഞ്ചദശിയിൽ ഈ ശ്ലോകം ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. ബൃഹദാരണ്യകോപനിഷത്തില് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോടും ഗാർഗിയോടും ചോദിക്കുന്ന ചോദ്യവുമാണ്. അപ്പൊ ഉപനിഷത്ത് മന്ത്രം തന്നെയാണ്. ആത്മാനം ചേത് വിജാനീയാത് പരം ജ്ഞാനദുദാശയഃ കിമിച്ഛൻ കസ്യ വാ ഹേതോഃ ദേഹം പുഷ്ണാതി ലംബടഃ. ഉപനിഷത്ത് മന്ത്രത്തിൽ ഈ രണ്ടാമത്തെ പാദത്തിൽ വ്യത്യാസമുണ്ട്. പരം ജ്ഞാനദുദാശയ എന്നുള്ളതിന് വേറൊരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം തന്നെ. അത് ഓർമ്മ വരുന്നില്ല. അപ്പോ എന്താ ഇവിടെ ചോദ്യം? ഇവിടുത്തെ ചോദ്യം, ഒരാൾ ആത്മാവിനെ അറിഞ്ഞു എങ്കിൽ ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന്റെ ആശയം മുഴുവൻ ശുദ്ധമാക്കപ്പെട്ടു. ആശയം എന്ന് പറഞ്ഞാൽ അന്ധകരണം. അപ്പൊ ജ്ഞാനദൂതാശയ, ജ്ഞാനത്താൽ ദൂനനം ചെയ്യപ്പെട്ട ആശയത്തോടുകൂടിയവനായിട്ടുള്ള ഒരാൾ പരം ആത്മാനം വിജാനീയാത് ചെയ്ത് പരമമായ ആത്മാവിനെ അറിയുന്നു എങ്കിൽ, അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇഫ് ഹി നോസ് ദ റിയാലിറ്റി, കിമിച്ചൻ കസ്യവാഹേതോ, എന്താഗ്രഹിച്ചുകൊണ്ട്, എന്തിനാൽ കാരണമായിട്ട് പ്രേരിതനായിട്ട്, ദേഹം പുഷ്ണാതി ലംബടഃ, ദേഹത്തെ പോഷിപ്പിക്കുന്നു ലംബടനായിട്ട്. അപ്പോ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ദേഹമല്ല ആത്മാ, താനീ ദേഹമല്ല, ദേഹം അനാത്മാ, ആത്മാവിന്റെ സ്വരൂപം അത് നിത്യം, ദേഹമാകട്ടെ അനിത്യം. ആത്മാ സച്ചിദാനന്ദം, ദേഹം അസത്ത് അചിത്ത് ദുഃഖം. സച്ചിദാനന്ദത്തിന്റെ നേരെ വിപരീതമാണ് ദേഹത്തിന്റെ സ്വഭാവം. അസത്ത് അചിത്ത് ദുഃഖം. അപ്പൊ വിരുദ്ധ ധർമ്മങ്ങളോടുകൂടിയ ആത്മാവും ദേഹവും എങ്ങനെ ഒന്നാവും? അപ്പൊ താൻ ആത്മാവിനെ അറിഞ്ഞവനാണെങ്കിൽ തന്റെ ആത്മസ്വരൂപം സച്ചിദാനന്ദമാണ്, താൻ അനന്തനാണ്, താൻ നാശരഹിതനാണ്, താൻ ചൈതന്യ സ്വരൂപനാണ്, താൻ പൂർണ്ണനാണ്. ഇതാണ് അറിവ്. ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ഈ അറിവ് ഉറക്കലാണ്. അഹം നിത്യഃ സത്ത് എന്നുള്ളത് കൊണ്ട് 3 കാലത്തും നാശമില്ലാത്ത നിത്യനാണ്. അപ്പൊ നിത്യനായ എന്നെ നിത്യനാക്കാൻ വേണ്ടി ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഓൾറെഡി നിത്യമായിട്ടുള്ളതിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ടോ? ഞാൻ നിത്യമാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്, നിത്യനാണ് എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്, ഉറപ്പില്ലാത്തത് കൊണ്ടാണ്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങള് നിത്യതയ്ക്ക് വേണ്ടി
ആഗ്രഹിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പൊ ആത്മാവിനെ അറിഞ്ഞിട്ടില്ല, അവനവനെ അറിഞ്ഞിട്ടില്ല. അതുപോലെ അവനവന്റെ സ്വരൂപം ചൈതന്യമാണ്, ബോധമാണ്. എല്ലാ അറിവും ആ ബോധത്തിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. എല്ലാ ചേഷ്ടകളും ആ ബോധത്തിൽ നിന്നാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എല്ലാം ആ ചൈതന്യത്തിന്റെ പ്രകടനമാണ്. അപ്പൊ തന്റെ ചൈതന്യ സ്വരൂപത്തെ, തന്റെ ആ കോൺഷ്യസ്നസ് എന്നുള്ള ഭാവത്തെ, പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള ഭാവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് അജ്ഞാനിയാണ് എന്നുള്ള തോന്നലുണ്ടാവുമോ? ഞാൻ എന്താ പറയുക, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ ഒന്നിനും ശക്തിയില്ലാത്തവനാണ്, ഞാൻ അജ്ഞാനിയാണ് എന്നൊന്നും തോന്നലുണ്ടാവില്ല. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള അജ്ഞാനത്തെ നീക്കാനുള്ള പരിശ്രമവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അനന്ത അല്ലെങ്കിൽ ആനന്ദസ്വരൂപനാണ് ആത്മാ. അപ്പൊ പിന്നെ ആ ആനന്ദത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് തന്റെ ആനന്ദമില്ലായ്മയെ നീക്കാനായിക്കൊണ്ട്, ദുഃഖത്തെ നീക്കാനായിക്കൊണ്ട് താൻ പ്രയത്നിക്കേണ്ടതുണ്ടോ? അപ്പോ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞ ഒരാൾക്ക് ജ്ഞാനം കൊണ്ട് അയാളുടെ അന്ധക്കരണം അത്യന്തം ശുദ്ധമായിരിക്കെ വാസനാ മാലിന്യങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു. അജ്ഞാനം എന്ന ആ മൂല കാരണം തന്നെ നശിച്ചാൽ പിന്നെ അജ്ഞാന കാര്യമായിട്ടുള്ള വാസനകളൊന്നും നിലനിൽക്കില്ല. അജ്ഞാനമാണ് മൂല കാരണം. ആ അജ്ഞാനം എങ്ങനെയാ നീങ്ങുന്നത്? ആത്മജ്ഞാനം കൊണ്ട്. അപ്പൊ ആത്മാനം വിജാനീയാത് ചെയ്ത് ആത്മാവിനെ അറിഞ്ഞു എങ്കിൽ, ആത്മജ്ഞാനം നേടിയെങ്കിൽ പിന്നെ അജ്ഞാനം എവിടെ നിൽക്കാനാണ്? ഇരുട്ടും വെളിച്ചവും ഒരിടത്ത് നിൽക്കില്ല. അപ്പോൾ അവന്റെ അന്ധക്കരണം ആ അജ്ഞാന സൃഷ്ടിയായ നിഴലിൽ നിന്ന് മുക്തമായി. ആ നിഴലാണ് വാസന, അജ്ഞാനത്തിന്റെ സന്തതിയാണ് വാസന, രാഗദ്വേഷങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതെല്ലാം പോയി. ജ്ഞാനദൂതാശയ, ജ്ഞാനത്താൽ ദൂനനം ചെയ്യപ്പെട്ട ആശയത്തോടു കൂടിയ ഒരു ജ്ഞാനി കിമിച്ചൻ, എന്തിച്ഛിച്ചുകൊണ്ടാണ്, എന്തിനാൽ മോട്ടിവേറ്റഡ് ആയിട്ടാണ്? ഏതെങ്കിലും ആഗ്രഹം അയാളുടെ ഉള്ളിൽ ഉണ്ടാകുമോ? എന്തെങ്കിലും കുറവുണ്ടെങ്കിലല്ലേ ആഗ്രഹം ഉണ്ടാവുള്ളൂ, അജ്ഞാനമുണ്ടെങ്കിലല്ലേ കുറവ് തോന്നുള്ളൂ. അപ്പൊ കിമിച്ചൻ കസ്യവാഹേതോഹോ, എന്ത് കാരണത്താലാണ്, എന്തിനാൽ പ്രേരിതനായിട്ടാണ് ലംബടനായിക്കൊണ്ട് ദേഹത്തിൽ ആസക്തിയോടുകൂടിയവനായിട്ട് ദേഹം പുഷ്ണാദി? ചോദ്യമാണ്. ദേഹത്തെ പോഷിപ്പിക്കേണ്ടത്. ഇപ്പൊ ദേഹം താനല്ല എന്നറിഞ്ഞു കഴിഞ്ഞ ഒരാള് ദേഹത്തെ വീണ്ടും പോഷിപ്പിക്കുമോ? അല്ലേ? നമ്മള് നെല്ലും പതിരും വേർതിരിച്ചറിയുന്ന ഒരാൾക്ക് പതിരിനെ വീണ്ടും വീണ്ടും കുത്തി കുത്തി അതിൽ നിന്ന് വല്ല ധാന്യവും കിട്ടുമോന്ന് നോക്കുവോ? കളയും വിളയും തിരിച്ചറിയുന്നവർ കള പറിച്ചു കളയോ, കളയ്ക്ക് വീണ്ടും വളവും വെള്ളവും കൊടുത്ത് അതിനെ വളർത്തുമോ? ഇപ്പൊ നമുക്ക് പ്രയോജനമില്ലാത്തതും ദുഃഖമുണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും പിന്തിരിയാണ് ചെയ്യുക. അതേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ല. മൂഢന്മാരാണത് ചെയ്യുക. അപ്പൊ ഇവിടെ ആത്മജ്ഞാനി എന്തിനായിട്ട് കർമ്മം ചെയ്യണം? ഇതാണ് ചോദ്യം. അപ്പൊ ആത്മജ്ഞാനിക്ക് കർമ്മമില്ല. അതാണ് ഇവിടുത്തെ ആശയം. നിവൃത്തിയാണ് അവന്റെ സ്വഭാവം. അവൻ സ്വാഭാവികമായി നിവൃത്തനായി തീരുന്നു. രമണ മഹർഷിയെ പോലെ, അതുപോലെ തപോവന സ്വാമികളെ പോലെ, അതുപോലെയുള്ള മഹാത്മാക്കളെ പോലെ അവർക്ക് ഈ ലോകത്തില് ഒന്നും ചെയ്യാനില്ല, ഒന്നും നേടാനും നഷ്ടപ്പെടാനുമില്ല. ഭഗവാനും ഗീതയിൽ അത് തന്നെയാ പറയണത്. നമേ പാർത്താസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം.
പക്ഷെ ഭഗവാൻ അവിടെ വർത്തയേവച്ച കർമ്മണി, താൻ കർമ്മത്തിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് അജ്ഞാനം കൊണ്ടല്ല, തന്റെ അജ്ഞാനം കൊണ്ടല്ല താൻ വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ മറ്റുള്ളവർക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ കര കടന്നു കഴിഞ്ഞിരിക്കുന്നു, മറുകര കടന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ വീണ്ടും ഈ വെള്ളത്തിലേക്ക് തന്നെ ചാടിയിരിക്കുകയാണ്. നീന്തൽ അറിയാത്തവരെ കൈപിടിച്ച് കൂട്ടിയിട്ട് പോകാൻ. അത് ഗുരുക്കന്മാര്, ആചാര്യന്മാര്, ശങ്കരാചാര്യരെ പോലെയുള്ള, വ്യാസനെ പോലെയുള്ള, നാരദനെ പോലെയുള്ള മഹാത്മാക്കളൊക്കെ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാരദൻ എന്താ ചെയ്യണത്? ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അജ്ഞാനികളായ ജീവന്മാരെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാനായിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. വ്യാസൻ അത് തന്നെയാ ചെയ്തത്. വസിഷ്ഠനും അതുപോലെയുള്ള മഹാത്മാക്കളും ഒക്കെ അത് തന്നെയാ ചെയ്തത്. ശങ്കരാചാര്യർ അത് തന്നെയാ ചെയ്തത്. വിവേകാനന്ദനും അത് തന്നെയാ ചെയ്തത്. നാരായണ ഗുരുദേവൻ അത് തന്നെയാ ചെയ്തത്. ഇങ്ങനെ മഹാത്മാക്കൾ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് യാതൊരു ലാഭവും അതിൽ നിന്ന് ഉണ്ടായിട്ടല്ല. അവര് ലോക സംഗ്രഹത്തിനായിക്കൊണ്ട് അജ്ഞാനികളായ ജീവന്മാരോടുള്ള കാരുണ്യം കൊണ്ട് അവരെ ആ സംസാര സാഗരത്തിൽ നിന്ന്, അവരുടെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാനായിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അപ്പൊ ഇവിടെ ഒരു ജ്ഞാനിക്ക് കർമ്മമില്ല എന്നതാണ് ഈ പറഞ്ഞതിന്റെ ആശയം. വയറ് നിറഞ്ഞു കഴിഞ്ഞ ഒരാൾക്ക് പിന്നെയും പാചകം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നല്ല സദ്യ കൂട്ടി 3-4 വക പായസവും കൂട്ടി ഉച്ചയ്ക്ക് നല്ലോണം കുശാലായിട്ട് മൂക്കറ്റം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി നേരെ അടുക്കളയ്ക്ക് പോകണോ ചെയ്യുക? ഇനിയും അടുത്ത കുറച്ചുകൂടി വിശപ്പുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം വേണം എന്നുള്ള കൊതിയോടുകൂടെ ഉടനെ തന്നെ അടുക്കളയിലേക്ക് കയറുമോ? അതോ വിശ്രമിക്കാൻ പോകുമോ? പരമാവധി വിശ്രമിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക, അല്ലേ? നിവൃത്തിയില്ലാത്ത ജോലിക്കാരോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും തിരക്കുകളുള്ളവരോ മാത്രം അടുത്ത പരിപാടിക്ക് പോകും. അതല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം നല്ലോണം മൃഷ്ടാന്നം കഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ടൊന്ന് വിശ്രമിക്കണം. എത്ര നേരം ദീർഘമായിട്ട് വിശ്രമിക്കാൻ പറ്റിയോ അത്രയും നല്ലതെന്ന് വിചാരിക്കും. പിന്നെ അടുത്ത വിശക്കുമ്പോ നോക്കാം, അടുക്കളയിൽ കയറണോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെച്ചത് വല്ലതും ബാക്കിയുണ്ടോ, വൈകുന്നേരം വല്ലതും വെക്കണോ എന്നൊക്കെ അപ്പം നോക്കാം. ഇപ്പൊ തൽക്കാലം വയറ് നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു പണിയില്ല. അതുപോലെയാണ് ഇവിടെ ഒരു ആത്മജ്ഞാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കർമ്മങ്ങളില്ല. കർമ്മങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം അയാളുടെ ഉള്ളിലില്ല. അജ്ഞാനത്തിന്റെ ലേശം പോലും ഇല്ല, വാസനാ സമ്മർദ്ദം ലേശം പോലും ഇല്ല എന്ന് പറയുന്ന മഹത്തായ ഒരു വാക്യമാണിത്. ആത്മാനം ചേദ്വിജാനീയാത് പരം ജ്ഞാനദുദാശയഃ കിമിച്ഛൻ കസ്യ വാ ഹേതോഃ ദേഹം പുഷ്ണാതിലംബടഃ. ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്, ആത്മവന്തം ന കർമാണി നിബധ്നന്തി ഹേ ധനഞ്ജയ. ആത്മവന്തം എന്ന് പറഞ്ഞാൽ ആത്മവാനെ, ആത്മജ്ഞാനം നേടിയവനെ. കർമാണി ന നിബധ്നന്തി, കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. ഹീസ് ഫ്രീ. ഒരു കർമ്മവും അവന് നിയമമായിട്ട് ചെയ്യാനില്ല. കർത്തും ശക്യം അകർത്തും ശക്യം അന്യതാവ കർത്തും ശക്യം. സഹ ഈശ്വര, അവൻ ഈശ്വരനായി കഴിഞ്ഞു. അവന് കർമ്മത്തിന്റെ മുകളിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചെയ്യാം, ചെയ്യാതിരിക്കാം, മറ്റൊരു പ്രകാരത്തിൽ ചെയ്യാം. കർത്തും ശക്യം അകർത്തും ശക്യം അന്യതാവ കർത്തും ശക്യം. അപ്പൊ അത് അയാളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കാരണം അയാൾ പൂർണ്ണ സ്വതന്ത്രനാണ്. ഈ കർമ്മത്തെ ആശ്രയിച്ചല്ല, കർമ്മത്തിന്റെ ഫലത്തെ ആശ്രയിച്ചല്ല അയാളുടെ ഭാവി.
നാരായണ. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷൂന്മന ഇന്ദ്രിയേശം വത്മാനി മാത്രാധിഷണാം ച സൂതം സത്വം ബൃഹദ്ബന്ധുരമീശ സൃഷ്ടം അക്ഷം ദശപ്രാണമധർമ്മധർമ്മൗ ചക്രേ വിമാനം രതിനം ച ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷൂന്മന ഇന്ദ്രിയേശം വത്മാനി മാത്രാധിഷണാം ച സൂതം സത്വം ബൃഹദ്ബന്ധുരമീശ സൃഷ്ടം അക്ഷം ദശപ്രാണമധർമ്മധർമ്മൗ ചക്രേ വിമാനം രഥിനം ച ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. കഠോപനിഷത്തിലുള്ള രഥകൽപ്പന എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് ഇവിടെ വീണ്ടും നാരദ മഹർഷി അവതരിപ്പിക്കുകയാണ്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ. ഇങ്ങനെ ഒരു രഥകൽപ്പന മറ്റേ കഠോപനിഷത്തില് അതിനെയാണ് ആദ്യത്തെ ഇവിടുത്തെ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 2 ശ്ലോകമല്ല, ആദ്യത്തെ ശ്ലോകം അതിന്റെ അടുത്തതിലെ തുടക്കത്തിലും, പിന്നീട് 42-ാം ശ്ലോകത്തിലെ മുണ്ടകോപനിഷത്തിലെ ഒരു ശ്ലോകവും അന്വയിച്ചിരിക്കുന്നു, ഒരു മന്ത്രം. ഇതാണ് അവിടെ മുണ്ടകോപനിഷത്തിലെ പ്രണവോ ധനുഃസരോ ഹ്യാത്മാ ബ്രഹ്മതല്ലക്ഷ്യമുച്യത്തെ അപ്രമത്തേന വേദ്യവ്യം പ്രണവ തന്മയോ ഭവേത് എന്ന് മുണ്ടകോപനിഷത്തിലുള്ളൊരു മന്ത്രമുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ധനുർഹി തസ്യ പ്രണവം പഠന്തി സരം തു ജീവം പരമേവ ലക്ഷ്യം എന്നുള്ള 42-ാം ശ്ലോകത്തിലെ ഉത്തരാർദ്ധം മുണ്ടകോപനിഷത്ത് മന്ത്രത്തെ അവിടെ ചേർത്തിരിക്കുന്നു, അതിന്റെ ആശയത്തെ ചേർത്തിരിക്കുന്നു. നോക്കാം. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷൂന്മന ഇന്ദ്രിയേശം വത്മാനി മാത്രാധിഷണാം ച സൂതം സത്വം ബൃഹദ്ബന്ധുരമീശ സൃഷ്ടം. ആഹുഹു ശരീരം രഥം. ശരീരം രഥം ആഹുഹു. ശരീരം രഥം ആഹുഹു. ശരീരത്തെ രഥം എന്ന് പറയപ്പെടുന്നു. മഹാത്മാക്കൾ, അറിവുള്ളവർ, ഋഷീശ്വരന്മാർ നമ്മുടെ ശരീരത്തെ ഒരു രഥമാക്കി കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നു, ഒരു വാഹനമാക്കി കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നു. ശരീരം രഥമാഹു ഇന്ദ്രിയാണി ഹയാൻ ആഹു. ഉപനിഷത്തിൽ അങ്ങനെ തന്നെയാ പറഞ്ഞു, ഇന്ദ്രിയാണി ഹയാനാഹു. അപ്പൊ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ഹയങ്ങളായി ഉപമിച്ചിരിക്കുന്നു. ഹയങ്ങൾ എന്നാൽ കുതിരകൾ, കുതിരകളായി പറഞ്ഞിരിക്കുന്നു. ഹയാനബി ഇഷൂൻ, അബീഷൂൻ, അബീഷൂൻ മാത്രാഹ, അബീഷൂൻ മനഃ, അല്ല അബീഷൂൻ മനഃ ഇന്ദ്രിയേശം. അബീഷൂൻ എന്ന് പറഞ്ഞാല് ഇന്ദ്രിയ മറ്റേ എന്താ പറയാ, ഞാനിനെ ഞാനല്ല, എന്താ കടിഞ്ഞാണായിട്ട്. അബീഷു എന്നുള്ളത് കടിഞ്ഞാണുകളാണ്. ഇന്ദ്രിയാണി ഹയാനാഹു മനഃപ്രഗ്രഹമേവച്ച എന്ന് ഉപനിഷത്തിൽ പറയുമ്പോൾ പ്രഗ്രഹം എന്ന പേരാണ് അവിടെ ഉപയോഗിച്ചത്. ഇവിടെ അതിനെ അബീഷൂൻ എന്ന് പ്രയോഗിച്ചു. അബീഷു എന്ന് പറഞ്ഞാല്
കുതിരകളിൽ കെട്ടിയിട്ടുള്ള കയറ് അത് സാരഥിയുടെ കയ്യിലേക്ക് വരുന്നതിനെ കടിഞ്ഞാണെന്ന് പറയുന്നു. അപ്പൊ ആ കടിഞ്ഞാണായിട്ട് എന്തിനെ കരുതണം? മനഃ, ഇന്ദ്രിയേശം മനഃ, ഇന്ദ്രിയങ്ങളെ ഈശിക്കുന്ന നിയന്ത്രിക്കുന്ന മനസ്സിനെ കടിഞ്ഞാണായിട്ട് പറയപ്പെട്ടിരിക്കുന്നു. അതാണ് അഭീഷൂൻ മനഃ ഇന്ദ്രിയേശം, ഇന്ദ്രിയേശം മനഃ അഭീഷൂനാഹുഹു. പിന്നീട് വത്മാനി മാത്ര, വത്മാനി മാത്ര, മാത്ര എന്ന് പറഞ്ഞാൽ ബഹുവചനത്തിലാണ് മാത്രകൾ. എന്താണ് മാത്രകൾ? ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാണ് മാത്രകൾ എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് മാത്രകൾ. അതാണ് അത് വത്മാനി. വത്മ എന്ന് പറയുമ്പോൾ മാർഗം. ഇപ്പൊ കുതിരകൾ സഞ്ചരിക്കുന്ന മാർഗങ്ങളാണ് 5 വിഷയങ്ങൾ, ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ. മാത്രാഹ വത്മാനീതി ആഹു. ദിഷണാം ച സൂതം ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയെ സാരഥിയായിട്ട് അറിയണം എന്ന് ഉപനിഷത്ത് പറഞ്ഞത്. ദിഷണാം ച സൂതം, സൂതം എന്നാൽ തേരാളി, സാരഥി. ബുദ്ധി തന്നെയാണ് ഇവിടെ ദിഷണ. നല്ല പ്രാഗൽഭ്യമുള്ളതായിട്ടുള്ള ബുദ്ധിയാണ് ദിഷണ എന്ന് പറയുന്നത്. അപ്പൊ നല്ല സാരഥിയായിരിക്കണം, നല്ല കുതിരകളെ വേണ്ട പോലെ നിയന്ത്രിക്കാൻ സാമർഥ്യമുള്ള എക്സ്പീരിയൻസ്ഡ് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു സാരഥിയാണ് രഥത്തെ നന്നായി നയിക്കുക. അതുപോലെ വെൽ ട്രെയിൻഡ് ഇന്റലക്ട് ആയിരിക്കണം ഇവിടെ. അതാണ് ദിഷണ എന്ന് പറയുന്നത്. ദിഷണാംച സൂതം, ദിഷണയെ സൂതനെന്നും. സത്വം ബൃഹത് ബന്ധുരം ഈശസൃഷ്ടം. ഇവിടെ ബൃഹത് സത്വം, ബൃഹത്തായ സത്വത്തെ, ഇവിടെ സത്വം എന്നുള്ളത് കൊണ്ട് ചിത്തത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സത്വഗുണപ്രധാനമായ ദൃഢമായ ചിത്തം, നല്ലതുപോലെ ഉപാസനാദികൾ ചെയ്തും വ്രതാദികൾ കൊണ്ടും ശുദ്ധീകരിച്ച ദൃഢമായിട്ടുള്ള ചിത്തം. ആ ചിത്തത്തെ ബന്ധുരം ആഹും. ബന്ധുരം എന്ന് പറഞ്ഞാല് കെട്ടാനുള്ളതായിട്ടുള്ള കയറ് അല്ലെങ്കിൽ കൂട് എന്നൊക്കെ അർത്ഥം ഉണ്ട്. ഇവിടെ ബന്ധിക്കാനുള്ള സ്ഥാനം, ബന്ധിക്കാനുള്ള കയറ് എന്നൊക്കെ അർത്ഥം. ബന്ധുരം ആഹുഹു, ബന്ധുരമായിട്ടും ബന്ധിക്കാനുള്ള കയറായിട്ടും അല്ലെങ്കിൽ സ്ഥാനമായിട്ടും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരീരത്തെ രഥമാക്കി, ഇന്ദ്രിയങ്ങളെ കുതിരകളാക്കി, കടിഞ്ഞാണുകൾ മനസ്സാക്കി, ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന തന്മാത്രകളെ മാർഗങ്ങളാക്കി, ബുദ്ധിയെ സാരഥിയാക്കി, ബൃഹത്തായ സത്വം അഥവാ ചിത്തം, ശുദ്ധമായ ചിത്തം, ഈശസൃഷ്ടം ബന്ധുരം, ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ബന്ധുരമായിട്ട്, കയറായിട്ട്, ബന്ധിക്കാനുള്ള സ്ഥാനമായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പൊ ഇതെല്ലാം ചിത്തത്തിലാണ്, വാസനകളുടെ രൂപത്തിലാണ് നമ്മൾ ഈ ലോകത്തെ തന്നെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത്, പാശമായിട്ട്, അല്ലെ? അതുകൊണ്ട് ബന്ധുരം എന്ന് ചിത്തത്തെ പറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും, ഈ ലോകത്തെ മുഴുവൻ നമ്മൾ ആശാപാശങ്ങളായി വാസനാരൂപത്തിൽ ചിത്തത്തിൽ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ കെട്ടുകയറായിട്ടും പറഞ്ഞിരിക്കുന്നു. തുടർന്ന് അക്ഷം ദശപ്രാണം അധർമ്മധർമ്മൗ ചക്രേഭിമാനം രതിനം ച ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. അക്ഷം ദശപ്രാണം അധർമ്മധർമ്മൗ ചക്രേഭിമാനം രതിനം ച ജീവം ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. അക്ഷം ദശപ്രാണം, 10 വിധത്തിലുള്ള പ്രാണൻ. പ്രാണാപാന ധ്യാന ഉദാന സമാനന്മാരല്ലാതെ പിന്നെ മറ്റ് 5 ഉപപ്രാണന്മാർ കൂടിയുണ്ട്. ആ ഉപപ്രാണന്മാരും ചേർത്ത് 10 പ്രാണന്മാരെ, ദശപ്രാണങ്ങളെ അക്ഷം, അക്ഷം എന്ന് പറഞ്ഞാൽ ഈ രഥത്തിന്റെ അച്ചുതണ്ട്, ആക്സിൽ എന്ന് പറയില്ലേ, അതിന്റെ ആക്സിലായിട്ട്, ഈ അച്ചുതണ്ടിന്റെ മുകളിലാണ് രഥം ഉറപ്പിച്ചിരിക്കുന്നത്. അച്ചുതണ്ടിലാണ് ചക്രങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ പ്രാണനെ ഇവിടുത്തെ ഈ രഥത്തിന്റെ മുഖ്യ ഭാരം താങ്ങുന്ന അച്യുതണ്ടായി പറഞ്ഞിരിക്കുന്നു. ദശപ്രാണം അക്ഷം അധർമ്മധർമ്മവും ചക്രേ. ചക്രേ എന്ന് പറഞ്ഞാൽ 2 ചക്രങ്ങൾ. ചക്രം ചക്രേ ചക്രാണി. ചക്രേ എന്ന് പറഞ്ഞാൽ ദ്വേ ചക്രേ, 2 ചക്രങ്ങൾ. എന്താണ്? അധർമ്മ ധർമ്മവും. അധർമ്മശ്ച ധർമ്മശ്ച. അധർമ്മവും ധർമ്മവും ഈ വണ്ടിയെ, ഈ രഥത്തെ മുന്നോട്ട് നയിക്കുന്ന 2 ചക്രങ്ങളാകുന്നു ധർമാധർമ്മങ്ങൾ. പിന്നെ അഭിമാനം രഥിനം ജീവം. അഭിമാനം ജീവം രഥിനം. ഇതിൽ അഭിമാനിച്ചിരിക്കുന്ന ജീവനെ രഥത്തിന്റെ ഉടമസ്ഥനായിട്ട്, രഥി എന്ന് പറഞ്ഞാൽ രഥം അസ്യ അസ്തീതി രഥി. അതിന്റെ ശബ്ദം രഥിന്ന് എന്നുള്ള ശബ്ദമാണ്. അപ്പൊ അതിന്റെ ദ്വിതീയ രഥിനം എന്ന് വരുന്നു. അപ്പോ രഥത്തിന്റെ ഉടമസ്ഥനായിട്ട് ഈ രഥത്തിൽ അഭിമാനിക്കുന്ന, ഈ ശരീരമാകുന്ന രഥത്തിൽ അഭിമാനിക്കുന്ന ജീവനെ രഥത്തിന്റെ സ്വാമിയായി ഉടമസ്ഥനായും പറയപ്പെട്ടിരിക്കുന്നു. അതുവരയ്ക്ക് അതാണ് ആത്മാനം രഥിനം വിദ്ധി എന്നാണ് കഠോപനിഷത്ത് ആരംഭിക്കുന്നത്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷിണഃ. ആ ഭോക്താവ് തന്നെയാണ് ഇവിടെ ജീവൻ. അപ്പൊ അതുവരയ്ക്ക് കഠോപനിഷത്തും ഇനി അടുത്ത 2 വരികള് മുണ്ടകോപനിഷത്തും. ധനുർഹിതസ്യ പ്രണവം പഠന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം. ധനുർഹിതസ്യ പ്രണവം പഠന്തി. പ്രണവോ ധനുശരോ ഹ്യാത്മാ ബ്രഹ്മ തല്ലക്ഷ്യമുച്യത്തെ. അപ്രമത്തേന വേദ്ധവ്യം ശരവത് തന്മയോ ഭവേത്. അപ്പോ പ്രണവോ ധനു, പ്രണവത്തെ വില്ലായി സങ്കല്പിക്കണം. ആ പ്രണവമാകുന്ന വില്ലിൽ, അതാണ് ഇവിടെ പ്രണവം തസ്യ ധനുഹു, പ്രണവത്തെ അവന്റെ വില്ലായിട്ടും, ജീവം ശരം, അവിടെ പ്രണവോ ധനു ശരോഹി ആത്മാ എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത്. ആത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മാ. അപ്പൊ ജീവാത്മാവിനെ പ്രണവമാകുന്ന വില്ലിൽ തൊടുത്ത് ലക്ഷ്യമെന്താണ്? ലക്ഷ്യം ശരം തു ജീവം പരമേവ ലക്ഷ്യം. പരം ഏവ ലക്ഷ്യം. ആ പരമാത്മാവ് തന്നെയാണ് ലക്ഷ്യം. അപ്പൊ പരമാത്മാവാകുന്ന ലക്ഷ്യത്തിലേക്ക് ഈ ജീവാത്മാവിനെ ചേർത്ത് വെക്കാനാണ് ഈ അസ്ത്രം തൊടുക്കുന്നത്. ഈ ജീവാത്മാവുന്ന അസ്ത്രം ലക്ഷ്യത്തിൽ ചെന്ന് തന്മയോ ഭവേത് പറയും. തന്മയോ എന്ന് പറഞ്ഞാല് അസ്ത്രം ഒരു ലക്ഷ്യത്തിൽ ചെന്ന് തറച്ചു കഴിഞ്ഞാൽ അതുമായി അതിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നു പോയി ഒന്നായി തീരും പോലെ. തന്മയോ ഭവേത്. പിന്നെ അസ്ത്രം കാണില്ല, അസ്ത്രമില്ലാതെയാവും. അസ്ത്രം ലക്ഷ്യത്തിൽ ഒന്നായി തീരുന്നു. ഇപ്പൊ ലക്ഷ്യം പടന്തി, ആ പരമാത്മാവിലേക്ക് അയക്കാനുള്ള ലോഞ്ചിങ് പാഡാണ് ധനുസ് എന്ന് പറയുന്ന പ്രണവം. ആ പ്രണവത്തിലൂടെയാണ് ഈ ജീവനെ ഈശ്വരനുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന അഭ്യാസം. ഇത് വളരെ ധ്യാനാത്മകമായിട്ടുള്ള ഒരു ആശയം, ഉപനിഷത്ത് ആശയം 2 ശ്ലോകങ്ങളിലൂടെ ഇവിടെ നാരദൻ അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്കത് നാളെ ഒന്നുകൂടെ വിചാരം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഹരിയം. നാളെയും രാവിലെ തന്നെയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ രാവിലെ കാണാം. ഇന്ന് മുതൽക്ക് 5 ദിവസത്തേക്ക് വൈകുന്നേരം എനിക്ക് പുറത്ത് ഒരു പ്രഭാഷണമുണ്ട്. ഭഗവത്ഗീത വൈകിട്ട് 5:30 മുതൽ 6:30-7 വരെ 5 ദിവസം. പാലക്കാട് കൊപ്പം മണപ്പുള്ളിക്കാവ്. പാലക്കാട്
പാലക്കാട് ടൗണിലുള്ള കൊപ്പം മണപ്പുള്ളിക്കാവിൽ അവിടുത്തെ പ്രതിഷ്ഠാദിനവും ഉത്സവവും ഒക്കെ അതിനോട് ബന്ധിച്ച് 5 ദിവസത്തെ പ്രഭാഷണം. ഹരിയോ. പാലക്കാട്ടുകാരുണ്ടെങ്കിൽ വരാം. ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനം.